അപ്പോൾ ഇന്ന് 50 ദിവസം ബിഗ് ബോസ് സീസൺ 7 പിന്നിടുകയാണ്. 7ന്റെ പണി എന്ന് പറഞ്ഞ് വലിയൊരു പ്രൊമോയൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയ ഈ ഒരു സീസൺ വളരെ മനോഹരമായിട്ടുള്ള ഒരു 50ാമത്തെ എപ്പിസോഡാണ് എന്ന് പ്രൊമോ വന്നപ്പോൾ മനസ്സിലായി. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ ലാലേട്ടന്റെ പ്രൊമോ വരുമ്പോൾ ഇന്ന് പറപ്പിക്കും, ഇന്ന് വലിച്ചു കീറും, ഇന്ന് എല്ലാണത്തിനും കിട്ടും എന്നൊക്കെ തോന്നുന്ന ഇടത്ത് ഇന്ന് ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ അവരവർ തന്നെ അവരവരെ കൺഫസ് ചെയ്യിപ്പിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈവൻ ഷാനവാസ് നെവിനോട് ആ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. നെവിൻ അതേപോലെ ഷാനവാസിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംസാരം. പിന്നെ ഒരു പ്രൊമോ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അനുമോള നന്നായിട്ടൊന്ന് കസറുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പിണങ്ങി പോകുന്ന കണക്ക് കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ അനുമോൾ ഫാൻസിനോട് നമ്മൾ ഈ അനുമോളെ കുറിച്ച് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ ഫാൻസ് നമുക്കെതിരെ എടുത്തിട്ട് നിങ്ങൾക്ക് അനുമോളെ അറിയില്ല എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പാണ്. പക്ഷെ ഇവർ തന്നെ ഈ ലാലേട്ടൻ പോലും ഒരു ഇത്തിരി വഴക്ക് പറഞ്ഞ ലാലേട്ടൻ എന്ത് ഇത്ര കുഴപ്പം, ലാലേട്ടൻ എന്താണ് അനുമോളോട് ഇത്ര ദേഷ്യം എന്ന് ചോദിക്കുന്ന ഒരു ലെവലാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു അനുമോളെ പോലെ ജെനുവിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ അനുമോളെ പോലെ കുറച്ചുകൂടെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അനുമോളുടെ ഫാൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ അനുമോളെ കുറിച്ച് പോസിറ്റീവായിട്ട് പറഞ്ഞാൽ എനിക്ക് ആ കൂടി കിട്ടാൻ പോകുന്നത് അനുമോൾ PR എന്നുള്ളൊരു വാക്കാണ്. വലിയ കുഴപ്പമില്ല, സാരമില്ല. പക്ഷെ അനുമോളെ കുറിച്ച് നെഗറ്റീവ് പറയാൻ സത്യത്തെ എനിക്ക് പേടിയാ. കാരണം എല്ലാവരും വന്നിട്ട് സെന്റിമെന്റൽ ആയിട്ട് എന്നെ അങ്ങ് കരയിപ്പിക്കും. ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനകത്ത് എന്തോ എനിക്ക് കുഴപ്പമുണ്ടോ, ഞാൻ മനസ്സിലാക്കിയ കാര്യം തെറ്റാണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ ഈ ലാലേട്ടൻ വന്ന് ഈ ഒരു ഡ്രാമയൊക്കെ കാണിക്കുന്നത് ശരിക്കും ഒരു ഡ്രാമയായിട്ട് തന്നെ കാണാവൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അനുമോളിന് വന്നിട്ട് ഇന്നലത്തെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് മൂവി ആദ്യത്തെ ചലച്ചിത്രം എന്നുള്ളൊരു കാര്യം ചോദിക്കുമ്പോൾ ഇടക്കേറി സംസാരിക്കുന്ന അനുമോളോട് ഒരു എന്താ പറയാ, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി കുറച്ച് വികൃതി കുട്ടിയായിരിക്കും. അധ്യാപകർ ആ കുട്ടിയെടുത്ത് കുറച്ചധികം ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ അവനെ കുറച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുകയോ അവനെ കുറച്ചുകൂടെ ഒരു അധ്യാപകന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതുകൊണ്ടാണ് ഈ അവനെങ്ങനെ പേര് വിളിച്ച് ആ ക്ലാസ്സിൽ അവനായിരിക്കും ഫേമസ്. അതേപോലെ ബിഗ് ബോസിനെ ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അധ്യാപകനായിട്ട് ഗുരുനാഥനായിട്ട് നമുക്ക് മോഹൻലാലിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ കൂടെ അനുമോളെ എന്തുകൊണ്ട് അനുമോൾ എന്താണ് ഈ വിഷയത്തിലൊന്നും പറയാത്തെ, അനുമോൾ എന്താ മിണ്ടാതിരിക്കുന്നേ, അനുമോളെ ഇങ്ങോട്ട് നോക്ക്, അതാ പിന്നെ അനുമോള് സംസാരിക്ക്. ഈ ഒരു ഗതിയുണ്ട് അവിടെ അനുമോൾക്ക്. ശരിക്കും പറഞ്ഞാൽ അനുമോളും അത് കുറെ അധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അനുമോൾക്ക് അങ്ങനെ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ പേടിയൊന്നുമില്ല, പക്ഷെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. ലാലേട്ടൻ എന്ത് പറഞ്ഞാലും ശരി അനുമോള് പേടിച്ചൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പേടിച്ചിട്ടാണ് സത്യത്തെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്. ആ മിണ്ടാതെ നിൽക്കുമ്പോൾ നമ്മൾ കരുതും അവളെ തന്റെ ഇടം കണ്ടോ എന്ന്. സത്യത്തെ പേടിച്ചിട്ടാണ് അനുമോൾ മിണ്ടാതെ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ആ പ്ലാച്ചിയെ തിരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും ബിഗ് ബോസിനോ അല്ലെങ്കിൽ ലാലേട്ടനോ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു സീൻ, അങ്ങനെ ഒരു കാര്യം അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. പക്ഷെ അത്രയൊക്കെ ചെയ്തില്ലേ. അപ്പൊ പിന്നെയും ഇന്നത്തെ ആ ഒരു രാവിലത്തെ പ്രൊമോ വന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അനുമോളിനെ വഴക്ക് പറയാത്ത ഒരു ദിവസമില്ല. എന്തിനാ ഈ അനുമോളെ വഴക്ക് പറയുമ്പോൾ അതൊരു കോണ്ടന്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അനുമോളിന്റെ ചെറിയൊരു നോട്ടം പോലും ഇപ്പൊ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്കറിയാം. അനുമോള് വെറുതെ ഈ സോഫയിലൊക്കെ വന്നിങ്ങനെ കമന്നിങ്ങനെ കിടക്കുന്ന കണ്ടാൽ പോലും അതിന്റെ ഒരു നല്ലൊരു ഭംഗിക്കാണ് അനുമോളുടെ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പോർഷൻ, ആ ഒരു നല്ല ഫ്രെയിമിൽ അനുമോളെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിക്കാറുണ്ട്. അനുമോൾ ഒന്നും മിണ്ടിയില്ലേലും അവിടെ കോണ്ടന്റ് ആണ്. കാരണം ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തന്നെ സംസാര വിഷയമാക്കിയ അല്ലെങ്കിൽ ഈ ഒരു സീസണെ കുറിച്ച് ആൾക്കാരെ ചർച്ച ചെയ്യാൻ കാരണമായ ഒരു പേര് തന്നെ അനുമോളാണ്. ആ ക്രെഡിറ്റ് അനുമോൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് തന്നെ ഇവരുടെ ഒരു റിവ്യൂ വരും. ആ റിവ്യൂ ഞാൻ ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കാറുള്ളതാണ്. അപ്പോൾ അനുമോളിനെ മാത്രം വെച്ചിട്ട് അവിടെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ അനുമോളുടെ പവർ എന്തുകൊണ്ടെന്ന്. പിന്നെ ജിസേലിനെയും ആര്യനെയും വെച്ചും അവർ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു റിവ്യൂ വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഗുണ്ടാ ടീമെന്നും എന്തോ ഒരു വലിയ സംഘടന എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അങ്ങനെ ഒരു റിവ്യൂ വന്നത്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആര്യന്റെ ക്യാരക്ടറൊക്കെ അങ്ങ് മാറി. ആര്യൻ ഈ ഒരു 50 ദിവസം ആയപ്പോഴത്തേക്കും വന്നപ്പോൾ ഉണ്ടായിരുന്ന സീരിയസും മെച്യൂർ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ആര്യൻ ഒരു കോമാളിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നത്തെ അടുത്തൊരു പ്രൊമോ വന്നപ്പോഴത്തേക്കും ഷാനവാസും നെവിനും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവർ പരസ്പരം കൺഫസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നെവിന്റെയും ഷാനവാസിന്റെയും വിഷയം ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും സംസാരിക്കും. പക്ഷേ ഈ പറയുന്നതൊന്നും അത്ര ഓവറായിട്ടൊന്നും സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ബിന്നി വളരെയധികം വേദനയോടെ ബിന്നി സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. നമ്മളെപ്പോഴും ബിന്നി ഇങ്ങനെ കുത്തിത്തിരിപ്പെന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അധികം ആ കോണ്ടന്റ് എടുക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ ബിന്നി ശരിക്കും ഒരു സ്പേസ് ചോദിച്ചു വാങ്ങാറാണ്. അതായത് എല്ലാവരുടെ അടുത്തും പോയി സംസാരിച്ച് എല്ലാ വിഷയത്തിലും ഇടപെട്ട്
ബിന്നി സെൽഫായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് അവിടെ പ്രശ്നം നടന്നത്, അവിടെ ആരുടെ ഭാഗത്താണ് ശരി, ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പക്വതയോടെ സംസാരിക്കുന്ന ഒരു ലെവലുണ്ട്. പക്ഷെ പലപ്പോഴും ബിന്നിക്ക് അബദ്ധം പറ്റുന്നത് ഒരിടത്തുനിന്ന് പറഞ്ഞ കാര്യം അടുത്തടുത്ത് പോയി പറയുമ്പോൾ, അത് ബിന്നി ആയിക്കോട്ടെ ആദിലെ ആയിക്കോട്ടെ രണ്ടുപേർക്കും ആ കുഴപ്പമുണ്ട്. അത് അവർ പോയി പറയുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ നിന്നും കൂടെ കുറച്ചിട്ടിട്ടായിരിക്കാം പറയുന്നത്. അതല്ലെങ്കിൽ ഒരു അവസരമല്ലാത്തത് അനവസരത്തിൽ പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബിന്നി അതവിടെ പോയി പറയേണ്ട കാര്യം എന്തുവാ, ബിന്നി എന്തിനാ ഇത് കേൾക്കാൻ പോകുന്നത്, ബിന്നിക്ക് എന്തിന്റെ കേടാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം. അവിടെയാണ് ഈ കുത്തിത്തിരിപ്പ് എന്ന് പറഞ്ഞ വാക്ക് ബിന്നിക്കെതിരെ വന്നു തുടങ്ങിയത്. അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ബിന്നിയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും സംസാരവും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ പിന്നെ അനാവശ്യമായി എല്ലാ കാര്യത്തിലും ഇടപെട്ട് സംസാരിക്കുന്ന ഒരു ലെവലിലേക്ക് ബിന്നി പോയപ്പോഴാണ് അതൊരു കുത്തിത്തിരിപ്പായി മാറിയത്. പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ബിന്നി. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരുടെ നല്ല പിന്തുണ ബിന്നിക്കുണ്ട്. ഇതുവരെയും ബിന്നി പുറത്തായിട്ടില്ല എന്നൊരു കാര്യവും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ ബിന്നിയും അവിടെ ഒരു നല്ല സ്ട്രോങ് പ്ലെയർ ആണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ ബിഗ് ബോസ് 50 ദിവസം പിന്നിടുമ്പോൾ ആരുടെയൊക്കെ പേരുകൾ ഇപ്പം എല്ലാവരെയും നമുക്കിപ്പം ഒരുപാട് പേര് നമ്മളിപ്പം റിവ്യൂ കാണുന്നവരായിരിക്കട്ടെ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യുന്നവരായിക്കോട്ടെ, അതുകൊണ്ട് ഒരുപാട് പേർക്ക് അറിയാം. പക്ഷെ റാൻഡം ആയിട്ട് ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഒക്കെ വരുമ്പോൾ മാത്രം ബിഗ് ബോസ് കാണുന്നുള്ള ഒരു വ്യക്തിക്ക് ജിസേലിനെയും അനുമോളിനെയും ആയിരിക്കും കൂടുതൽ അറിയുക. പിന്നെ റെനയെ ചിലപ്പോൾ അറിയാം, റെനയുടെ സംസാരത്തിന്റെ ആ ഒരു ചീവീട് പോലെ നടന്ന് സംസാരിക്കുന്നത് കൊണ്ട് റെനയെ അറിയാം. പിന്നെ ഷാനവാസ്, അനീഷ് ഇവരുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് റീൽസ് കുറെ വന്നതുകൊണ്ട് അവരെ അറിയാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ 50 ദിവസം എന്ന് പറയുന്നത് സക്സസ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ വ്യക്തികൾക്ക് മാത്രമാണ്. ഏതായാലും ഇന്നങ്ങനെ ഘനഗംഭീരമായിട്ടുള്ള എപ്പിസോഡൊന്നും ആയിരിക്കത്തില്ല, പക്ഷെ ഭയങ്കര മനോഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം ഞാനും കാത്തിരിക്കുകയാണ്. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.